മീഡിയാസിലേക്ക് സ്വാഗതം. ഫഹദിൻ്റെ ആവേശ കൊടുമുടിയിൽ തിയേറ്ററുകളിൽ പ്രകമ്പനം സൃഷ്ടിക്കുമ്പോൾ ഈ വന്ന 3 സിനിമകളിൽ, അതായത് വിഷു റിലീസായി വന്ന 3 സിനിമകളിൽ നമ്പർ 1 ആയി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യ 3 ദിവസങ്ങളിൽ കട്ടയ്ക്ക് മത്സരം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് കട്ടയ്ക്കല്ല, ഒരു വള്ളപ്പാട് അകലെ, ഒരു തുഴപ്പാട് അകലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സിനിമ ആവേശത്തോടെ നമ്മളെ രോമാഞ്ചം കൊള്ളിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് പറയാം. ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ 33 കോടി നേടിയ സിനിമ 4-ാം ദിവസത്തെ കളക്ഷനോടുകൂടി 42.5 കോടിയിലേക്ക് എത്തി എന്നുള്ളതാണ്. ആദ്യ ദിനം കേരളത്തിൽ നിന്ന് മാത്രമായി 3.5 കോടിക്ക് മുകളിലായിരുന്നു സിനിമയുടെ കളക്ഷനെങ്കിൽ 2-ാം ദിവസം അത് 3.25 കോടിക്ക് മുകളിലും 3-ാം ദിവസം 3.5 കോടിക്ക് മുകളിലേക്ക് എത്തുന്ന ഒരു കാര്യവും നമുക്ക് കണ്ടു. 4-ാം ദിവസം അതിഗംഭീരമായിട്ടുള്ള വരവ് തന്നെയാണ് സിനിമ വെച്ചത്. 4 കോടിക്ക് മുകളിലേക്ക് എത്തി, അതായത് 4.5 കോടിക്ക് അടുത്ത് എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് ആദ്യ 3 ദിവസം കൊണ്ട് 10 കോടിക്ക് മുകളിലെത്തിയ സിനിമ 4-ാം ദിവസം കൊണ്ട് 14.5 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 5-ാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്നുകൊണ്ട് 17-18 കോടിയിലേക്ക് സിനിമ എത്തും എന്നുള്ളത് തന്നെയാണ്. കാരണം സിനിമയുടെ പ്രീസെയിലായി വന്നിരിക്കുന്നത് 1,60,00,000 രൂപയോളമായിരുന്നു ഈ 5-ാം ദിവസത്തേക്ക് വന്നത്. ഇന്ന് ഇതുവരെ കിട്ടുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ട്രാക്കിംഗ് മുഖാന്തരം മാത്രമായി 1.5 കോടിക്ക് മുകളിൽ ഇതിനോടകം തന്നെ സിനിമയ്ക്ക് കളക്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈവനിങ് ഷോസ് തുടങ്ങുന്നതിന് മുമ്പ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്നും സിനിമയ്ക്ക് ഒക്യുപ്പൻസി ഹെവി തന്നെയായിരിക്കും. കാരണം ഇന്നലത്തെ ഒക്യുപ്പൻസി നമുക്ക് കാണാൻ കഴിഞ്ഞാൽ 91% ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നും സമാനമായി 80% മുകളിലേക്ക് പോകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് 90-ലേക്ക് എത്തുമോ എന്നുള്ളത് മാത്രമാണ് ഉറ്റുനോക്കുന്നത്. രാവിലത്തെ സെക്ഷനിൽ തന്നെ 122ഓളം ഹൗസ്ഫുൾ ഷോസുകളും 131ഓളം ഓൾമോസ്റ്റ് ഫുൾ ഷോസുകളും കവർ ചെയ്തിരിക്കുന്നു ആവേശം എന്ന സിനിമ. എന്താണേലും ഫഹദ് നിറഞ്ഞാടുന്ന ഈ ഒരു സിനിമ ഇതിനോടകം തന്നെ 50 കോടി ക്ലബിലേക്ക് ഇന്നുകൊണ്ടെത്തും എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇന്നലെ വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന അനുസരിച്ച് 42.5 കോടിയാണെങ്കിൽ തീർച്ചയായും കേരളത്തിൽ നിന്ന് ഇന്ന് 3 കോടിക്കും കൂടെ മുകളിൽ വരുമ്പോൾ 45.5 കോടിക്ക് മുകളിൽ. റെസ്റ്റ് ഓഫ് ഇന്ത്യ അതേപോലെ വേൾഡ് വൈഡ് കളക്ഷനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് ഇനി നിൽക്കുന്നത്. ബാക്കിയുള്ള 5 കോടി അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇന്ന് 50 കോടി ഈ സിനിമ കടക്കും എന്നുള്ളത് തന്നെയാണ്. തമിഴ്നാട്ടിൽ ഗംഭീരമായ പ്രകടനം തന്നെയാണ് സിനിമ കാഴ്ചവെച്ചത്. ആദ്യ 2 ദിനങ്ങളിൽ 20 ലക്ഷത്തിന് ഉള്ള റിപ്പോർട്ടുകളാണ് വന്നിരുന്നതെങ്കിൽ 3-ാം ദിവസം അത് നേരെ കുതിച്ച് 80 ലക്ഷത്തിലേക്ക് പോകുന്ന കാര്യം കണ്ടു. അതായത് വെറും 3 ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷൻ 1 കോടിയിലേക്ക് എത്തി. 4-ാം ദിവസം 1 കോടിക്ക് അടുത്ത് എന്നുള്ള വാർത്തകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണേലും സിനിമ അതിഗംഭീരമായിരിക്കുന്നു, അതിഗംഭീരമായി ശക്തമായി കുതിക്കുന്നു. ഈ ഒരു തിങ്കളാഴ്ചയും ഒരു കുറവുമില്ലാത്ത ലെവലിൽ ഇടിച്ച് കയറുന്ന ജനങ്ങളെയാണ് കാണുന്നത്. അങ്ങനെ ഫാസ്റ്റസ്റ്റ് 50 ക്ലബിലേക്ക് കയറാനുള്ള ഒരു കുതിപ്പിൽ തന്നെയാണ് 5-ാം ദിവസം മറ്റൊരു സിനിമ കൂടി 50 കോടി ക്ലബിലേക്ക് കയറുന്നു എന്നുള്ള ഒരു 1 മാൻ ഷോയിലൂടെ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം ഗ്രേറ്റ് മീഡിയാസ്.